കളഞ്ഞുപോയ മുതൽ കൈയകലത്തിൽ എത്തിയിരിക്കുന്നു. പിടിച്ചാൽ മതി. ശിവരാമപിള്ള ചോദിച്ചു. ഇപ്പോൾ വസ്തു ആരുടെ പേരിൽ കിടക്കുന്നിടാ? ഇവിടത്തെ പേരിൽ. ആ സർവേ നമ്പറിൽ ഒരാധാരവും നടന്നിട്ടില്ല. ഞാൻ രജിസ്റ്റർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും പോയി തിരക്കി. താൻ ചെയ്യേണ്ടിയിരുന്നത് അവൻ ചെയ്തിരിക്കുന്നു. ഈ വയസ്സുകാലത്ത് ഇനി എന്ത് സമ്പാദിക്കാൻ എന്ന് തോന്നിയതാണ്. ഒരു സാധ്യതയുമില്ല എന്ന് വച്ച് വാസുപിള്ള പറഞ്ഞതെല്ലാം തള്ളിക്കളഞ്ഞതാണ്. വാസുപിള്ള നല്ല ജോത്സ്യനാണ്. കട്ടായമായി എന്തും പറയും, നിർത്തും. ഒരു മയമില്ല. ആളുകളെ പേടിപ്പിക്കും, നിരാശരാക്കും. വളച്ചുകെട്ടി പറയാൻ അറിഞ്ഞുകൂടാ. പത്തും ചിറയും മാത്രമല്ല, രാഘവൻ പിള്ളയുടെ മറ്റൊരു ചിറ കൂടി ശിവരാമപിള്ളയുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതും പിടിക്കുള്ളിലേക്ക് അടന്നു വരുന്നതായി തോന്നി. ഒരബദ്ധം പറ്റി. അത് വലിയ ഒരബദ്ധമാണ് താനും. ഇങ്ങനെ അകന്നു നിൽക്കേണ്ടതല്ലായിരുന്നു. രാഘവൻ പായ് പറ്റിയപ്പോൾ മുതൽ അവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ബാല്യം മുതലുള്ള കൂട്ടാണ്. രണ്ടുപേരും ഉറ്റവരാണെന്നാണ് നാടാകെ പറയുന്നത്. മരണസമയത്ത് അവൻ പോകുന്ന ലോകത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതിന് നാട്ടിലൊക്കെ സംസാരമാണ്. മരണം കഴിഞ്ഞും സ്നേഹം നിലനിൽക്കുന്നതിന്റെ ഒരു ദൃഷ്ടാന്തമായി അതിനെ ഏവരും വാഴ്ത്തുന്നു. തങ്ങാൻ വയ്യാത്ത വിധം ഇറുകെ കാഫലമുള്ള തെങ്ങുകൾ നിരനിരയായി നിൽക്കുന്ന രാഘവന്റെ ചിറ. അതുകൂടി കിട്ടിയാൽ മാലതിക്ക് തിരിച്ചിരിക്കുന്ന വസ്തു ഒരു ചന്തം വരും. അത് രാഘവന്റെ ഏത് മക്കൾക്കാണാവോ വെച്ചിരിക്കുന്നത്? പെട്ടെന്ന് ബുദ്ധിയിൽ മറ്റൊരു കൊള്ളിയാന്റെ വെളിച്ചം പരന്നു. ശിവരാമപിള്ളയുടെ ബുദ്ധി സജീവമായി. ജീവിതായോധനത്തിലെ പറ്റിക്കൽ അടവുകളുടെയും ചുവടുവയ്പ്പുകളുടെയും ഓർമ്മകൾ തെളിയുന്നു. ജീവിതത്തിലെ നേട്ടങ്ങളും ചരിത്രം വ്യക്തമായി. നാട്ടിലുണ്ടായ ഏതൊരു തർക്കത്തിനും മധ്യസ്ഥൻ ശിവരാമപിള്ളയായിരുന്നു. ശിവരാമപിള്ളയുടെ മധ്യസ്ഥതയ നിൽപ്പ് എല്ലാവർക്കും സ്വീകാര്യവുമായിരുന്നു. തർക്കങ്ങൾ തീരുമ്പോൾ അത് വേറൊരു കഥയായിരുന്നു. അതാണ് ഓർമ്മയിൽ തെളിയുന്നത്. പണം കയ്യിൽ വെച്ചുകൊണ്ട് ഒരു വസ്തുവും ശിവരാമപിള്ള വാങ്ങിയിട്ടില്ല. ഓരോ വസ്തുവും വന്നു ചേർന്നതിന് ഓരോ കഥകളുണ്ട്. അങ്ങനെ നേടിയ വകകളെക്കുറിച്ച് സ്നേഹവും ഉണ്ടായിപ്പോകുന്നു. മക്കളോടുള്ള സ്നേഹം. ചുമ്മാ ഒരു വക വാങ്ങി വെക്കുകയായിരുന്നില്ല. കൈവശം ധാരാളം പണം, അതിൽ കുറെ എടുത്തു കൊടുത്തു വക വാങ്ങി. ആ വകയോട് പ്രത്യേക താല്പര്യത്തിന് എന്ത് കാര്യം? ആ ഇടപാടിനോട് ചേർന്ന ചരിത്രമുണ്ടെങ്കിലോ അതിനോട് മമത കൂടും. രാഘവൻ പിള്ളയ്ക്ക് കൊടുത്ത 10 ചിറയോടും ഇഷ്ടം തോന്നുന്നത് അതിന്റെ മേന്മ കൊണ്ട് മാത്രമല്ല, അതൊരു പുലക്കാടായിരുന്നു. പുലയരുടെ ആരാധനാ സ്ഥലം. പുലയര് തമ്മിൽ ഒരു കുരുതിക്ക് തർക്കമായി, വഴക്കായി. ഒരു ചേരിക്കാർ ശിവരാമപിള്ളയെ അഭയം പ്രാപിച്ചു. ആ ചേരിയുടെ പ്രമാണിയുടെ പേരിലാണ് വസ്തു. ഉലോമ്പി പുലയൻ. തൂവെള്ള പഞ്ഞിക്കെട്ട് പോലെ തലമുടിയുള്ള ഉലോമ്പി പുലയൻ. 10 പറ വിത്ത് പാട്ടസ്ഥലം തീരാധാരം എഴുതി കൊടുത്തു. ഇപ്പോൾ ഓർക്കുന്നു, എന്താണ് ആ വസ്തു തുച്ഛവിലയ്ക്ക് രാഘവൻ പിള്ളയ്ക്ക് എഴുതി കൊടുത്തതെന്ന്. പേടിച്ച്, വെറും പേടി കൊണ്ട്. പുലിയരുടെ ക്ഷുദ്രദേവതകളുടെ കുടിയിരിപ്പാണ്. 2 വശം കൂടി രക്തം പോയി ചാകും. അന്നൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് കാലം മാറി. ദുഷ്ടദേവതകൾ ഇല്ലാതായി. ആ വസ്തുവിൽ രാഘവൻ പിള്ള തൈവച്ചു. ദേഹണ്ടിച്ച് തേങ്ങ വെട്ടിച്ചാടിക്കുന്നു. ശിവരാമപിള്ള തന്റെ സമ്പാദ്യമായ ഓരോ വസ്തുവിനെയും കുറിച്ച് ഓർക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഓർമ്മയിൽ പരക്കാൻ അധിക നേരം വേണ്ട, ഒരു നിമിഷം മതി. ഈ പുളിന്തറ അറയ്ക്കൽ മഠത്തിൽ കുടുംബക്കാരുടേതായിരുന്നു. അറയ്ക്കൽ മഠത്തിൽ കുടുംബത്തിലെ 4 ശാഖകളും തമ്മിൽ സ്വത്ത് സംബന്ധിച്ച് വഴക്കായി. സിവിൽ കേസായി, കൂടെ കൂടെ ക്രിമിനൽ കേസുമായി. ആ കലഹത്തിന്റെ മധ്യസ്ഥനായി ഇടപെടേണ്ടി വന്നു. മധ്യസ്ഥതയുടെ ചരിത്രം നീണ്ട ഒന്നാണ്. അത് ക്ലേശകരമായ ഒരു ശ്രമമായിരുന്നു. ഒരാൾ യോജിക്കുമ്പോൾ മറ്റൊരാൾ ഇടയും. പക്ഷേ മധ്യസ്ഥൻ പിടിച്ചു നിന്നു. ശിവരാമപിള്ള ഓർക്കുന്നു, അതൊരു വാശിയായിരുന്നു. അന്നതിനുള്ള മനസ്സും തന്റെ ഇടവും ആരോഗ്യവും ഉണ്ടായിരുന്നു. നിശ്ചയിച്ചാൽ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. പ്രതിബന്ധങ്ങളെ വിരൽ കൊണ്ട് പൊക്കി ദൂരെ എറിയാൻ മനസ്സിനും ശരീരത്തിനും കരുത്തുണ്ടായിരുന്നു. ഏറെ നാൾ കൊണ്ട്. എത്ര നാൾ എടുത്തു? അറയ്ക്കൽ മഠം കുടുംബക്കാരെ യോജിപ്പിലെത്തിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? പുളിന്തറ പുരയിടം വിലക്കെടുക്കേണ്ടി വന്നു. തീർത്ഥം കൊടുക്കാൻ പണമില്ല. ഒറ്റ കാശ് കൈവശമില്ലാതെ പുളിന്തറ പുരയിടവും പുരയും തീറാധാരം എഴുതി വാങ്ങി. തീറാധാര ചെലവിന് കുഞ്ഞുലക്ഷ്മിയുടെ മാലയും വളയും പണയം വെച്ചു. 3 കൊല്ലം കഴിഞ്ഞാണ് അത് എടുപ്പിച്ചത്. ലേല നോട്ടീസ് വന്നപ്പോൾ ശേഖരൻ നായർക്ക് പോകണം. വസ്തു വിറ്റിട്ട് വേണം പോകാൻ. ശിവരാമപിള്ള തന്നെ വാങ്ങുകയും വേണം. അതായിരുന്നു അവസ്ഥ. ആ അവസ്ഥ എങ്ങനെ വന്നു? ഒന്നോർത്തപ്പോൾ ശിവരാമപിള്ളയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി കളിയാടി. കാര്യങ്ങൾ ആ നിലയിലേക്ക് നീക്കാൻ അന്ന് കഴിഞ്ഞു. അന്ന് അതിനുള്ള തെളിച്ചം ബുദ്ധിക്കുണ്ടായിരുന്നു. വിചാരിക്കും പോലെ കണക്കുകൾ നീക്കാം. പിന്നെ 6 കൊല്ലം കൊണ്ടാണ് പല രീതിയിലായി ആ പണം കൊടുത്തു തീർത്തത്. ശേഖരപിള്ള വരും. വെറും കൈയോടെ അയാൾ മടങ്ങിപ്പോയ അവസരങ്ങൾ നിരവധിയാണ്. പക്ഷേ അയാൾ പിണങ്ങിയിട്ടില്ല. മുഖം വാടും. അത് സ്വാഭാവികമല്ലേ? പുളിക്കംതറ മത്തനും
കാടമ്പിയിൽ കൈമളും തമ്മിൽ പൊരിഞ്ഞ വ്യവഹാരങ്ങൾ നടക്കുകയായിരുന്നു. ഭാരതിയുടെ 100 പറ നിലത്തെക്കുറിച്ചു ശിവരാമപിള്ള ഓർക്കുകയായിരുന്നു. 12 കൊല്ലങ്ങളായി പല പല കേസുകളും ഉദ്ഭവിച്ചു. നേരറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യവഹാരത്തിൽ ചെന്നു ചാടി. 100 പറ നിലവും കൈമളിൽ നിന്ന് വിലക്ക് വാങ്ങി കേസുകളിൽ കക്ഷി ചേർന്നു. മുൻസിഫ് കോടതിയിൽ 4, ഹൈക്കോടതിയിൽ 2, ജില്ലാ കോടതിയിൽ 3.5. ഇങ്ങനെ ഇത്രയും കൊല്ലങ്ങൾ കേസായി വഴക്കായി കഴിഞ്ഞു. ഒരു ദിവസം വീട്ടിലിരിപ്പില്ല, കേസാണ്. പിന്നെയും 2.5 കൊല്ലങ്ങൾ തർക്കങ്ങൾ നടന്നു. നിരാക്ഷേപമായി വസ്തു സ്വന്തമാവുകയും ചെയ്തു. വ്യവഹാരത്തിന് വേണ്ടി വന്ന ചെലവ് കണക്കെഴുതിയിരുന്നു. നിലത്തിന്റെ വില ആയിട്ടുണ്ട്. പക്ഷേ അത്രയും പണം ഒരുമിച്ചുണ്ടാക്കി 100 പറ നിലം വാങ്ങാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ വസ്തുക്കൾക്കും ഇങ്ങനെ ഓരോ കഥയുണ്ട്. തുണ്ടുപുരയിടങ്ങൾക്ക് വരെ. ഒരു തുണ്ട് ഭൂമിയെങ്കിലും എല്ലാ ആണ്ടുപിറപ്പിനും വാങ്ങണമെന്ന് ഒരു നിശ്ചയം ചെയ്തു. ഒരു ആണ്ടുപിറപ്പ് 1-ാം തീയതി തോന്നിയതാണ്. നല്ല ദശാകാലമായിരുന്നത്. 1-ാം തീയതി കച്ചവടം നടക്കത്തക്ക വിധം ഏതെങ്കിലും വസ്തു വന്നു വീഴും. തേടി നടക്കേണ്ടി വന്നിട്ടില്ല. പണമില്ലെങ്കിലും ആധാരം നടക്കും. കവലയിലെ 8 സെന്റ് അങ്ങനെ വന്നതാണ്. അന്ന് 17 രൂപയെ കൈവശമുണ്ടായിരുന്നുള്ളൂ. ഇന്നലത്തെ പോലെ ഓർക്കുന്നു. വടക്കേപ്പുറത്തെ കൊച്ചു പെണ്ണ ചൊവ്വത്തി സൂക്ഷിക്കാനായി 150 രൂപ കുഞ്ഞുലക്ഷ്മി അമ്മയെ കൊണ്ടേൽപ്പിച്ചു. അവളുടെ വീട്ടിലിരുന്നാൽ വേലായുധ ചോവൻ അത് തട്ടിക്കൊണ്ടു പോകുമത്രേ. അങ്ങനെ മുതൽ വന്നു ചേരുകയായിരുന്നു. ശിവരാമപിള്ളയ്ക്ക് ചുണ വന്നു. ശിവരാമപിള്ള അവന്റെ അച്ഛന്റെ ഉറ്റ ചങ്ങാതി എന്ന മട്ടിൽ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, അങ്ങനെ അവിടെ തമ്മിൽ തല്ലായോടോ? അല്ല, കൊലപാതകമാകും. ശിവരാമപിള്ള ഒന്ന് മൂളി ഉറപ്പിച്ചു. എന്നിട്ട് തുടർന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരോടും പറഞ്ഞേര്, രാഘവന്റെ ഉറ്റ ചങ്ങാതിയാ ഞാൻ. പുളിന്തറ ശിവരാമപിള്ളയാ വരുന്നതെന്ന് പറ. കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കണം. നീതിയും ന്യായവും നടക്കണം. അതൊരാജ്ഞയായിരുന്നു. കേശവൻ താൻ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. രാഘവൻ എഴുതിവെച്ച ധനനിശ്ചയം അനുസരിച്ച് അവൻ ഒന്നുമില്ല എന്നേ പറഞ്ഞുള്ളൂ. മധ്യസ്ഥതയ്ക്കും അല്ല, വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ വേണ്ടിയും ശിവരാമപിള്ള വരികയാണ്. വന്ന കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേ മതിയാവുള്ളൂ. കേശവൻ തൊഴുകൈയോടെ കൂനിക്കൂടി നിന്ന് ഒന്നുകൂടെ വ്യക്തമായി ആവർത്തിച്ചു പറഞ്ഞു. എനിക്കൊരു അപേക്ഷയുണ്ട്. അത് പറയാനാ ഞാൻ വന്നത്. 10 പറ ചിറ പുരയിടം ഇവിടത്തെ പേരിലാ ഇപ്പോഴും കിടക്കുന്നത്. അത് എന്റെ പേർക്ക് എഴുതിത്തരണം. ഞാനത് കൈവശമാക്കിക്കൊള്ളാം. ഇവിടുന്ന് കൊടുത്ത എഴുത്ത് എന്റെ കയ്യിലാ. അതൂടെ ഇല്ലാതെ അവരൊക്കെ എന്തു ചെയ്യാനാ? ശിവരാമപിള്ള സ്തംഭിച്ച് തെല്ലിടെ നിന്നുപോയി. കേശവന്റെ മനസ്സിലിരിപ്പ് ഒന്നുകൂടി വ്യക്തമായി. ഇത്ര തെളിവോടെ മുമ്പ് അത് മനസ്സിലാക്കിയിരുന്നില്ല. പണ്ട് ചെറുപ്പകാലത്ത് മറ്റൊരുവന്റെ മനസ്സ് വായിക്കാൻ കഴിയുമായിരുന്നു. ബുദ്ധിയുടെ മൂർച്ച നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഉൾക്കാഴ്ചയും മങ്ങി. വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയതിന്റെ ഓർമ്മ ചുരുളഴിഞ്ഞു വന്ന കൂട്ടത്തിൽ കേശവന്റെ മനസ്സിലിരിപ്പിനെ കുറിച്ചുള്ള ധാരണ മങ്ങിപ്പോയി. ശിവരാമപിള്ള ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? ഞാൻ ആധാരം എഴുതി തരണമെന്നോ? കേശവൻ ഒന്നും വേണ്ടിയില്ല. താൻ എന്തോ ധിക്കാരം പറഞ്ഞതായി മൂപ്പിനെ ധരിച്ചിരിക്കുന്നു. എടാ, ഞാൻ ഇന്നോളം മറ്റൊരാൾക്ക് ഭൂമി ആധാരം എഴുതി കൊടുത്തിട്ടില്ല. നിനക്കത് വേണമല്ലേ? ശിവരാമപിള്ള കേശവനെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് തുടർന്നു, നിന്റെ കയ്യിലിരിക്കുന്ന എഴുത്തിങ്ങ കൊണ്ടുവാ. അത് ഞാനൊന്ന് കാണട്ടെ. എന്റെ ഒപ്പാണോ എന്ന് നോക്കട്ടെ. പെട്ടെന്നായിരുന്നു മറുപടി. കേശവൻ ആവർത്തിച്ച് ഉറപ്പോടെ പറഞ്ഞു, ഒപ്പും കൈപ്പടയും അതുതന്നെയാ. കേശവൻ ഒരു ക്ഷണം പിന്നെ അവിടെ നിന്നില്ല. അവൻ തിരിഞ്ഞു നടന്നു. അന്തം വിട്ട് ശിവരാമപിള്ള നിന്നുപോയി. വ്യവഹാരത്തിൽ കൂടി വസ്തു കൈവശപ്പെടുത്താമെന്നായിരുന്നോ ശിവരാമപിള്ളയുടെ ഉദ്ദേശം?